അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വിശ്വസ്തനായ ബാലൻ്റെ കഥയാണ്. ശാന്തസുന്ദരമായ മക്കയിലെ കുന്നിൻ പുറങ്ങൾ. പതിവ് പോലെ ഖുറൈശി നേതാവ് ഉഖബത്ത് ബിനു അബീ മുഅ്തിയുടെ അടിമ അബ്ദുല്ലാഹി ബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആടിനെ മേയ്ക്കാൻ അവിടെ എത്തി. അന്ന് പ്രായപൂർത്തിയെത്താത്ത കൊച്ചു ബാലനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് അകലെ നിന്ന് തളർന്നവശരായ 2 പേർ അവിടേക്ക് കടന്നു വരുന്നത്. സലാം പറഞ്ഞ് മുഖവരയില്ലാതെ അവർ പറഞ്ഞു, മോനെ, ദാഹിച്ചവശരായാണ് ഞങ്ങൾ വരുന്നത്. ഈ ആടുകളിൽ നിന്ന് അല്പം പാൽ കറന്നു തരുമോ? ഇല്ല, പാൽ കറന്നു തരാൻ എനിക്ക് അവകാശമില്ല. എൻ്റെ യജമാനൻ എന്നെ ശകാരിക്കും. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. ഈ കൊച്ചുബാലൻ്റെ സത്യസന്ധത അവർക്ക് ഇഷ്ടമായി. പിന്നീട് അധികം നിർബന്ധിച്ചില്ല. ഇതുവരെയും ഇണചേരാത്ത ഒരു ആടിനെ കാണിച്ചു തരാൻ പറഞ്ഞു. കൂട്ടത്തിലെ ഒരു ചെറിയ ആടിനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കാണിച്ചു കൊടുത്തു. ഇരുവരും അതിൻ്റെ അടുത്തേക്ക് നീങ്ങി. അകിടു തടവി, ബിസ്മി ചൊല്ലി പാൽ കറന്നു. അത്ഭുതം! ഇതുവരെയും ഇണചേരാത്ത ആ ആട് പാൽ ചുരത്തുന്നു. കാര്യം മനസ്സിലാവാതെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൺമീച്ചു നിന്നു. ഒരു പാത്രം നിറയെ പാൽ കറന്നു. അത് മുഴുവൻ കുടിച്ചു തീർത്തു. അകിടിൽ ഇനിയും പാൽ വറ്റിയിട്ടില്ലെന്ന് കണ്ടപ്പോൾ കൂട്ടത്തിലൊരാൾ പറഞ്ഞു, അകിടേ ചുരുങ്ങൂ. ഇത് പറഞ്ഞപ്പോഴത്തേക്കും അകിട് ചുരുങ്ങാൻ തുടങ്ങി. കാര്യം മനസ്സിലാവാത്ത ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കണ്ണീറ്റുന്നു. ഈ വാചകം എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? ആകാംക്ഷയോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. നീ ഒരു പഠിച്ച ബാലൻ തന്നെ. ഇതും പറഞ്ഞ് അവർ തിരിഞ്ഞു നടന്നു. ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവയുമായിരുന്നു ആ ഇരുവർ സംഘം. ബാല്യം മുതലേ സത്യസന്ധത കൈമുതലാക്കി വളർന്നുവെന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.